അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായം അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു. പരിശുദ്ധമായ ഖുർആനിലെ ഒരു 6 വരിയുള്ള ഒരു ചെറിയ സൂറത്തുണ്ട്. ആ സൂറത്ത് ഓതുന്ന സമയം നീ കരയണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നീ കരയണം. നിന്നെ കൊണ്ട് കഴിയുന്നില്ല, നിന്റെ ഹൃദയം കല്ലായി പോയി, നിന്റെ കണ്ണ് നിറയുന്നില്ലെങ്കിൽ ഈ ഒരു ചെറിയ സൂറത്ത് ഓതുമ്പോൾ നീ കരയുന്നവനെ പോലെ അഭിനയിക്കുകയെങ്കിലും ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു ചെറിയ അധ്യായം, ആ അധ്യായം ഓതുന്ന സമയത്ത് കരയണം, ഇല്ലെങ്കിൽ അഭിനയിക്കണം. അൽഹംദുലില്ലാഹ്, ഇന്ന് അവസാനം ആ സൂറത്ത് ഓതിയിട്ട് നമുക്ക് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ എല്ലാവരും എഴുന്നേറ്റ് ഒരു സന്തോഷം, നിങ്ങളൊക്കെ ഒന്ന് കാണാനുള്ള കൊതിയുണ്ടാന്ന് എഴുന്നേറ്റ് എല്ലാവരും. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും മാറ്റി തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ എനിക്കും നിങ്ങൾക്കും മരിക്കുന്നതിന് മുമ്പ് പുണ്യപ്രവാചകന്റെ റൗള ഷരീഫിന്റെ മുറ്റത്ത് ചെന്നിട്ട് കണ്ണ് നിറഞ്ഞ് മനസ്സു തുറന്ന് ഒരു സ്വലാം പറയാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ എന്റെയും നിങ്ങളുടെയും ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പുറത്ത് നിൽക്കുന്നവരൊക്കെ കഴിയുമെങ്കിൽ കയറിയിരിക്കുക. ഇതൊന്നും ഇപ്പോൾ മൈക്കസെറ്റ് ഈ പീഠം താഴുവില്ലല്ലോ, ഇല്ലല്ലേ? ഒന്നാമത് എനിക്ക് ഹൈറ്റ് കൂടുതൽ, അതിൻ്റെ കൂടെ പീഠത്തിന് നീളം കൂടുതൽ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ മക്കളാണ് നമ്മുടെ വിഷയം. എല്ലാവരുടെയും ആഗ്രഹവും എല്ലാവരും സ്വപ്നം കാണുന്നതും മക്കളെ കുറിച്ചാണ്. പ്രായമായ കാലത്തും വയസ്സാങ്കാലത്തും രോഗം പിടിച്ചിട്ടും ഓരോ മാതാപിതാക്കളും കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണെന്നാണ് നമ്മൾ പറയുന്ന മറുപടി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും മക്കളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 6666 ആയത്തുകൾ ഞാനും നിങ്ങളും 114 അധ്യായങ്ങൾ ഇങ്ങനെ ഓതി നോക്കുമ്പോ ഒരേ വിഷയത്തിലെ 2 വ്യത്യസ്തമായ ആയത്തുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ കാണാം. ഒരേ വിഷയത്തിൽ മക്കളെ കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരേ വിഷയത്തെ കുറിച്ച് 2 രീതിയിലാണ് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നോക്കിയാൽ കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثواب وخير عملا. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്, സമ്പത്തും മക്കളും ഒരു മനുഷ്യന്റെ ഭാഗ്യമാണ്, അവന്റെ അനുഗ്രഹമാണ്. അള്ളാഹുവെ അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് അവന്റെ മക്കളാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറഞ്ഞത് എത്രയോ സത്യമാണ്. അള്ളാഹുവെ ചില മാതാപിതാക്കളുടെ ഭാഗ്യമാണ്, അള്ളാഹു അവർക്ക് കൊടുത്ത സമ്മാനമാണ് അവരുടെ മക്കള്. പടച്ചവനെ, മാതാപിതാക്കൾക്ക് മക്കളെ വല്ലാത്ത ഇഷ്ടമാണ്. പടച്ചവനെ, അവരെത്ര പ്രായമാകട്ടെ, വിവാഹം കഴിഞ്ഞ മക്കളാകട്ടെ, അള്ളാഹുവേ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയ തന്റെ പൊന്നാര മക്കള് വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ സമാധാനമില്ലാതെ പടച്ചവനെ വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. പടച്ചവനെ, സ്വന്തം ഉപ്പയും തന്റെ ഉമ്മയും തന്റെ പൊന്നാര മകന് വേണ്ടി ദുആ ചെയ്യുന്ന എത്രയോ മാതാപിതാക്കളെ കാണാ. നാട്ടുകാരുടെ മുന്നിൽ അഭിമാനത്തോടുകൂടി എനിക്കിതുപോലെ ഒരു പൊന്നുമോൻ ജനിച്ചല്ലോ, ഇതെന്റെ മകനാണ് എന്ന് പടച്ചവനെ 4 പേര് കൂടുന്ന സ്ഥലങ്ങളിൽ മുഴുവനും തന്റെ മക്കളെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്ന എത്രയോ മാതാപിതാക്കളെ കാണാ. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ
ഖുർആൻ മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പടച്ചവനെ മക്കളവന്റെ ഏറ്റവും വലിയ ശത്രുവാട്, ഒരു മാതാപിതാക്കളുടെ ഏറ്റവും വലിയ നാശം അവന്റെ മക്കളാട്, അവനാണ് അവരെ നരകത്തിൽ കൊണ്ടുപോകുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ അല്ലാഹുവേ നമ്മൾ അങ്ങനെയും ചില മാതാപിതാക്കളെ കാണാറുണ്ട്. പടച്ചവനെ മക്കള് കാരണം കണ്ണുനീര് കുടിക്കുന്ന എത്രയോ മാതാപിതാക്കള്. പടച്ചവനെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന പൊന്നുമോര്, അല്ലാഹുവേ ഇവനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ, ഇവന് വൈകുന്നേര സമയത്ത് വീട്ടിലേക്ക് മടങ്ങി വരാതിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. പടച്ചവര് അല്ലാഹുവേ സ്വന്തം ജന്മം നൽകിയ വാപ്പയുണ്ടല്ലോ, 9.5 മാസക്കാലം വയറ്റത്ത് ചുമന്നുകൊണ്ട് നടന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മ, അല്ലാഹുവേ ആ ഉമ്മ തന്റെ നാവ് കൊണ്ട് ശപിക്കുകയാണ്, ഇവൻ മുടിഞ്ഞു പോകട്ടെ, ഇവൻ നശിച്ചു പോകട്ടെ എന്നല്ലാഹുവേ മാതാപിതാക്കള് സ്വന്തം മക്കളെ അല്ലാഹുവേ ശപിക്കുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, അല്ലാഹുവേ പടച്ചവനെ ഈ കാലഘട്ടത്തിലാണ്, ഈ സാഹചര്യത്തിലാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ മക്കളാരെന്നറിയുമോ? ആ മക്കളുടെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്, ആ മക്കളുടെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറഞ്ഞ മകനാരെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ ഒരു കുടുംബത്തെ കുറിച്ച് പറഞ്ഞു തരികയാ. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത പടച്ചവനെ വാപ്പയും ഉമ്മയും പടച്ചവനെ പരസ്പരം അവർ രണ്ടുപേരും മത്സരിക്കുകയാണ്, നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുകയാണ്. ആർക്കും തോറ്റുകൊടുക്കാൻ മനസ്സില്ല. വാപ്പയും ഉമ്മയും വല്ലാത്ത മത്സരമാ. പക്ഷേ അവരുടെ പൊന്നുമോനുണ്ടല്ലോ, വാപ്പാനെയും ഉമ്മാനെയും തോപ്പിച്ച് കളയുന്ന ഒരു പൊന്നുമോൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ആ കുടുംബം ഏതെന്നറിയുമോ? അല്ലാഹു ഏറ്റെടുത്ത ഒരു കുടുംബമുണ്ടായിരുന്നു, അല്ലാഹു ഏറ്റെടുത്ത ഒരു കുടുംബമുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാ, അല്ലാഹു ഏറ്റെടുത്ത ആ കുടുംബം ഏതെന്നറിയുമോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. അല്ലാഹു പറയുകയാണ്, ഇന്നല്ലാഹ സ്തഫാനി ആദമ വനൂഹ വആല ഇബ്രാഹിം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നൂഹ് നബി അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആദം നബിയെ ഞാൻ തിരഞ്ഞെടുത്തു, നൂഹ് നബിയെ ഞാൻ തിരഞ്ഞെടുത്തു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഞാൻ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ തിരഞ്ഞെടുത്തു. അല്ലാഹുവിന്റെ ഖുർആൻ തിരഞ്ഞെടുത്ത കുടുംബമാ, അല്ലാഹു തിരഞ്ഞെടുത്ത കുടുംബമാണ്. എന്റെ യോഗ്യത എന്ത്? ഇബ്രാഹിം നബിക്കും തന്റെ കുടുംബത്തിനെ പടച്ചിറപ്പ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ചരിത്രമെടുത്തു നോക്കൂ. അല്ലാഹുവേ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചവനെ വിവാഹം കഴിഞ്ഞു. തന്റെ പ്രിയപ്പെട്ട ഭാര്യ സാറാ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരുപാട് കൊല്ലമായി മക്കളില്ല, ഒരുപാട് കൊല്ലമായി മക്കളില്ല. പടച്ചവനെ ഒരു ദിവസം സാറാ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്നു, നബിയേ, ഇനി പ്രസവിക്കുമെന്ന് തോന്നുന്നില്ല നബിയേ, എനിക്ക് പ്രായമായി നബിയേ, ഇനി പ്രസവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം. ഒരു ഭാര്യ ഭർത്താവിനോട് പറയുന്നു മറ്റൊരു പെണ്ണ് കെട്ടാർ, എന്നിട്ട് പറയുകയാണ്, അതിലൂടെ നിങ്ങൾക്കൊരു കുഞ്ഞു ജനിച്ചാൽ അത് എന്റെ കുഞ്ഞു തന്നെയാണല്ലോ, എനിക്കവനെ സ്നേഹിക്കാൻ കഴിയുമല്ലോ. അല്ലാഹുവേ, ഇബ്രാഹിം നബി പറഞ്ഞു, ഇബ്രാഹിം നബി സാറാ ബീവിയോട് പറഞ്ഞു, എങ്കിൽ നീ തന്നെ ഒരു പെണ്ണിനെ കാണിച്ചതാ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ചരിത്രമറിയാം. അതാ സാറാ ബീവി റളിയല്ലാഹു തആല അൻഹ ഹജറാ ബീവി എന്ന് പറയുന്ന പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാ. ഇബ്രാഹിം നബി വിവാഹം കഴിക്കുകയാണ്. പടച്ചവനെ, രണ്ടുപേരും കുടുംബ ജീവിതത്തിലേക്ക് കടന്നു. അതാ ഹജറാ ബീവി ഗർഭിണിയാവുകയാ. അല്ലാഹുവേ, അവസാനം 9.5 മാസം കഴിഞ്ഞു. ഒരു പൊന്നുമോനെ പ്രസവിക്കുകയാണ്. അവൻ ഇസ്മായിൽ എന്ന് പേരിടുകയാണ്, അവൻ ഇസ്മായിൽ എന്ന് പേരിടുകയാ. അല്ലാഹുവേ, ഒരു ദിവസമുണ്ടല്ലോ, ഇബ്രാഹിം നബി പ്രസവിച്ച് കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹജറാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ടു അവിടെന്ന് പറയുന്നു, ഹജറാ, ഒരു യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുത്തോ. ഭർത്താവ്
ഭാര്യയോട് പറഞ്ഞ് യാത്രയ്ക്ക് തയ്യാറെടുക്കാൻ പോകാൻ തയ്യാറെടുക്കാൻ പറഞ്ഞപ്പോ ഹാജറ ബീവി പറഞ്ഞില്ല, ഞാൻ പ്രസവിച്ച് കിടക്കുന്നവളാണെന്ന് പറഞ്ഞില്ല. എവിടേക്കാണ് പോകുന്നത് പോലും അവള് ചോദിച്ചില്ല. ഭർത്താവ് ഒരുങ്ങാൻ പറഞ്ഞു. അനുസരണയുള്ള ഭാര്യ ഒരുങ്ങുകയാണ്. തന്റെ ചോരക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ യാത്ര തുടങ്ങുകയാ. അവസാനം മക്കയിൽ ചെന്ന് സഫാ മർവ എന്ന് പറയുന്ന രണ്ട് മലകൾക്കിടയില് അല്ലാഹുവേ ഹാജറ ബീവിയെയും തന്റെ ചോരക്കുഞ്ഞിനെയും ഇറക്കി വിട്ടിട്ട് കുടിക്കാനുള്ള വെള്ളവും കാലക്കയും കൊടുത്തിട്ട് ഇബ്രാഹിം നബി സലാം പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാ. ഒരു പറവ് പോലുമില്ല. പടച്ചവനെ ആരാരുമില്ലാത്ത കൊടുമ്പനത്തിൽ തന്റെ പൊന്നുമോളെയും തന്റെ ഭാര്യയെയും കൊണ്ട് ഇറക്കി വിട്ടിട്ട് ഇബ്രാഹിം നബി തിരിച്ചു പോകുന്നു. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, ഒന്നും മിണ്ടുന്നില്ല. അവസാനം തന്റെ ചോരക്കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് ഹാജറ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് ചോദിച്ചു, നബിയേ പേടിക്കണ്ട നബിയേ, പേടിക്കണ്ട നബിയേ, എന്റെയും എന്റെ മകന്റെയും കാര്യം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബി നടന്നു പോവുകയാണ്. നമ്മളെല്ലാ വലിയ പെരുന്നാളിനും കേൾക്കുന്ന ചരിത്രമാ. അവസാനം കൊല്ലങ്ങൾ കഴിഞ്ഞു ഇബ്രാഹിം നബി തന്റെ പൊന്നുമോന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. മകനോട് വല്ലാത്ത സ്നേഹമാ, മകനോട് വല്ലാത്ത സ്നേഹമാണ്. വാപ്പയും മകനും കടന്ന് കളിച്ച് ചിരിച്ച് സുഖിച്ച് നടക്കുകയാ. ഒരു ദിവസം രാവിലെയുണ്ടല്ലോ ഇബ്രാഹിം നബി തന്റെ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള പൊന്നുമോന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ആ വാപ്പ തന്റെ പൊന്നാര മകന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടെന്ന് ചോദിക്കുന്നു, മോനെ ഇസ്മായിലേ, അല്ലാഹു നിന്നെ അറുത്തു കൊടുക്കാ പറഞ്ഞിരിക്കുകയാ. എന്റെ പൊന്നുമോന്റെ അഭിപ്രായം എന്താ? 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള പൊന്നുമോന് അല്ലാഹുവേ കൊല്ലങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്ന പ്രിയപ്പെട്ട വാപ്പ തന്റെ പൊന്നുമകന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, പൊന്നുമോന് അല്ലാഹു നിന്നെ അറുത്തു കൊടുക്കാ പറഞ്ഞിരിക്കുകയാ. വാപ്പ ഒരു സ്വപ്നം കണ്ട് പൊന്നുമോന് എന്താണ് എന്റെ പൊന്നുമോന്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോ അതാ വാപ്പയുടെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. തരിച്ചുപോയി ഇബ്രാഹിം നബി തന്റെ പൊന്നാര മകന്റെ മറുപടി കേട്ടിട്ട് അറിയാതെ ദുആ ചെയ്തു പോയി. ആ പൊന്നുമോന് വാപ്പയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇഫ്അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ്. അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന വാപ്പോ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കുക വാപ്പോ, അല്ലാഹു പറയുന്നതനുസരിക്കുക വാപ്പോ. വിധിയുണ്ടെങ്കിൽ നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ച് കാണാ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രമറിയുന്നവരാ, തന്റെ പൊന്നാര മകനെ അറുക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ ആ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള പൊന്നുമോർ തന്റെ വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന, ഉപ്പാ എനിക്ക് 4 വസിയ്യത്തുണ്ട് വാപ്പാ, എനിക്ക് 4 വസിയ്യത്തുണ്ട് വാപ്പാ. ഇബ്രാഹിം നബി അത്ഭുതത്തോടെ ചോദിച്ചു, മോനെ ഇസ്മായിലേ, എന്റെ പൊന്നുമോന് പറയാനുള്ളതെന്താ? അവിടെ ഒന്നാമതായി പറയുന്ന, ഉപ്പാ എന്റെ കഴുത്ത് പിടിച്ച് എന്റെ കഴുത്ത് പിടിച്ച് തിരിച്ചു കടത്തിയിട്ട് എന്റെ പിരടിയിൽ വെച്ച് കത്തി വെച്ചറുക്കാൻ പാടുള്ളൂ. അറുക്കുന്ന സമയത്ത് എന്നെ കമഴ്ത്തി കടത്തിയിട്ട് അറുക്കാവൂ. അല്ലാഹുവേ, ഇബ്രാഹിം നബി അത്ഭുതത്തോടെ തന്റെ പൊന്നാര മകനോട് ചോദിക്കുകയാ, എന്തേ പൊന്നുമോന്, എന്റെ പൊന്നുമോന് പറയാനുള്ള കാരണം എന്താ? അവിടെ നിന്ന് പറയുന്നു, വാപ്പാ നിങ്ങൾക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമാ. അറുക്കുന്നതിന് വേണ്ടി എന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോ എന്റെ മുഖം കണ്ട വാപ്പാനെ കൊണ്ടറുക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തിയിട്ട് അറുക്കാൻ പാടുള്ളൂ. രണ്ടാമതായി പറഞ്ഞു, എന്റെ കയ്യും കാലും കെട്ടിയിടണ്, എന്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ടേ ഉപ്പറുക്കാൻ പാടുള്ളൂ. എന്തേ പൊന്നുമോന്, വാപ്പാ എന്റെ കഴുത്ത് മുറിഞ്ഞിട്ട് മരണവേദന സഹിക്കാൻ കഴിയാതെ ഞാനെങ്ങാണം എന്റെ കയ്യും കാല് വിട്ടടിച്ചാ ഉപ്പാന്റെ കൈ വിറയ്ക്കുമല്ലോ.
അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ കഴിയില്ലല്ലോ. എന്റെ കയ്യും കാലും എന്റെ വാപ്പയൊന്ന് കെട്ടിയിടണേ. മൂന്നാമതായി പറയുന്ന ഉപ്പാ, ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രമുണ്ടല്ലോ, എന്റെ ഉമ്മാനെ കാണിക്കല്ലേ. എന്റെ ഉമ്മാന് സഹിക്കാൻ കഴിയില്ല. എന്റെ രക്തം പുരണ്ട വസ്ത്രം കണ്ടാൽ എന്റെ ഉമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല. നാലാമതായി പറഞ്ഞു കൊടുക്കുകയാണ്, എന്നെ അറുത്തു കൊടുത്തിട്ട് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോ എന്റെ സലാം എന്റെ ഉമ്മയോട് പറയണേ. എന്റെ ഉമ്മാനോട് ഞാൻ സലാം പറഞ്ഞെന്ന് പറയടൂ. എന്നിട്ട് എന്റെ ഉമ്മയോട് പറയണം, നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് ഞാൻ പറഞ്ഞു എന്ന് ഉമ്മ എന്റെ വാപ്പ എന്റെ ഉമ്മയോട് പറയണേ എന്ന് 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള പൊന്നുമോർ തന്റെ പ്രിയപ്പെട്ട വാപ്പയോട് പറഞ്ഞു കൊടുത്തെന്ന ചരിത്രമുണ്ടല്ലോ. ഞാനും നിങ്ങളും ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്നവരാ. എത്ര കേട്ടാലും മതി വരൂല, എത്ര കേട്ടാലും മതി വരൂല. ഓരോ പ്രാവശ്യം ആ ചരിത്രം ഇങ്ങനെ കേൾക്കുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ഓരോ ഉപ്പയും ഉമ്മയും ചിന്തിച്ചു പോകാറുണ്ട്. പടച്ചുറപ്പേ, ഇതുപോലെ ഒരെണ്ണം എനിക്കും കിട്ടിയിരുന്നെങ്കിൽ, ഇതുപോലെ ഒരു മകന്, ഇതുപോലെ ഒരു മകള് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു പടച്ചവര് എന്നാഗ്രഹിക്കാത്ത മാതാപിതാക്കളില്ലല്ലോ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് അല്ലാഹുവേ, സ്വന്തം മക്കള് നന്നാകണമെന്ന് ആഗ്രഹമുള്ള മാതാപിതാക്കളുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവര്, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കള് നിനക്ക് വേണ്ടി, നിന്നെ കണ്ണുനീര് കുടിപ്പിക്കാത്ത, നിന്നെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താത്ത, പ്രായമാകുന്ന കാലത്ത് താങ്ങും തണലുമാകുന്ന, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചാരത്ത് വന്ന് കയ്യിലെ വെള്ളവും പിടിച്ച് ഉപ്പാന്റെയും ഉമ്മാന്റെയും തലയുടെ ഭാഗത്തിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സ്നേഹത്തോടെ പറഞ്ഞു തരുന്നവര് പൊന്നുമോ നിനക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ? അവസാനം വീടിന്റെ പുറകില് ടാർപ്പ വലിച്ചു കെട്ടികെട്ട് നിന്റെ മയ്യത്ത് കുളിപ്പിക്കാരെടുത്ത് വെക്കുമ്പോ എന്റെ ഉമ്മാനെ ഞാൻ കുളിപ്പിക്കാ, എന്റെ വാപ്പാനെ ഞാൻ കുളിപ്പിക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നിട്ട് ഉപ്പയുടെയും ഉമ്മയുടെയും തലയെടുത്ത് കയ്യിൽ വെച്ച് കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാനറിയുന്ന ഒരു സംഗതി നിനക്ക് വേണമെന്ന് മോഹമുണ്ടോ? അവസാനം എരിമേരി പള്ളിക്കകത്ത് മരാ കുളിപ്പിച്ച് വെള്ള തുണിയിൽ പൊതിഞ്ഞ് നിന്നെ കൊണ്ടുപോയി കിടത്തുന്ന ദിവസമുണ്ടല്ലോ. പള്ളിയിലെ ഇമാമിന്റെ കൈ പിടിച്ചിട്ട് ഉസ്താദ്, ഇതെന്റെ വാപ്പയാ, ഇതെന്റെ ഉമ്മയാ, ഇവരുടെ മയ്യത്തിന്റെ ഇമാമത്ത് ഞാൻ നിൽക്കുമെന്ന് പറയുന്ന ഒരു പൊന്നുമോ നിനക്ക് വേണ്ടി അവസാനം എരിമേലി പള്ളിയുടെ പുറകിൽ കൊണ്ടുവന്ന് കുടിച്ചിട്ടിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഞാൻ വരില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഒറ്റയ്ക്ക് ഉപ്പയുടെയും ഉമ്മയുടെയും കബറിന്റെ ചാരത്ത് നിന്ന് എന്റെ ഉപ്പാനെ ഒറ്റക്കിട്ടിട്ട് വരാ, എന്റെ ഉമ്മാനെ ഒറ്റക്കിട്ടിട്ട് വരാറ് എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞ് കബറിന്റെ ചാരത്ത് നിന്ന് മനസ്സ് തുറന്ന് നെഞ്ചു പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുന്ന ഒരു സന്തതി നിനക്ക് വേണ്ടേ പെങ്ങള്? നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ അല്ലാഹു സ്വർഗത്തിലേക്ക് പോകടാ എന്ന അവസരം കൊടുക്കുമ്പോ അല്ലാഹുവേ ഞാൻ പോകില്ല പടച്ചവര്, എന്റെ വാപ്പയില്ലാതെ എന്റെ ഉമ്മയില്ലാതെ എനിക്കെന്ത് സ്വർഗമാ പടച്ചവര്, അവരില്ലാതെ ഞാൻ പോകില്ലെന്ന് പറഞ്ഞു സ്വന്തം മാതാപിതാക്കളെ കാത്തു നിൽക്കുന്ന ഒരു സ്വാലിഹായ സന്താനം നിനക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ? അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് സ്വാലിഹായ സന്താനം വേണോ? ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ വേണോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ചില കാര്യങ്ങൾ ആര് തന്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ അവന്റെ മക്കള് സ്വാലിഹീകളാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. ആമീൻ പറയാൻ പലർക്കും മടിയ, അതിന്റെ കാരണം നിനക്കതിന്റെ അർത്ഥം അറിയില്ല. സാലിഹായ മക്കൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ, ഈ വഅദ് പറയുന്ന ഞാൻ മരണപ്പെട്ടു പോയാൽ എനിക്ക് 3 കാര്യമേ പ്രയോജനം ചെയ്യൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി.
നബിയുനാ റസൂലുള്ളാഹി ഈ വഅദ് പറയണ ഞാൻ ഇവിടെ വെച്ചങ്ങ് വീണുപോയി, ആരെങ്കിലും പൊക്കിയെടുത്ത് എന്റെ വീട്ടിൽ കൊണ്ടുപോയി, നാളെ പടച്ചവനെ എന്നെ കൊണ്ടുവന്ന് കുടിച്ചിട്ട് കബറിനകത്ത് കൊണ്ട് കബറടക്കി കുടിച്ചിട്ട് കഴിഞ്ഞു, എനിക്ക് പിന്നെ പ്രയോജനം ചെയ്യുന്നത് 3 കാര്യം. 1, ഞാൻ ചെയ്ത സൽക്കർമ്മം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങൾ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ചെയ്ത ജാരിയായ സദഖകൾ. 3 പ്രസംഗമൊന്നും വേണ്ട, വഅദൊന്നും വേണ്ട, ഖുർആനിന്റെ ആയത്തൊന്നും വേണ്ട, ഒരൊറ്റ ഹദീസ് പഠിച്ചാൽ മതി, മക്കളുടെ വില മനസ്സിലാകും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണപ്പെട്ടു പോയ മനുഷ്യന് ഗുണം ചെയ്യുന്ന 3ാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദുആ, സാലിഹായ ദുആ ചെയ്യുന്ന മക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെ പറഞ്ഞേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, സ്വാലിഹായ ദുആ ചെയ്യുന്ന മക്കൾ. സ്വാലിഹീങ്ങളായ മക്കളുണ്ട് നമ്മുടെ ഇടയിൽ. നിസ്കരിക്കും, ഖുർആൻ ഓതും, നോമ്പ് പിടിക്കും, വഅദ് പറയും, വഅദ് കേൾക്കും, ഏത് നല്ല കാര്യത്തിനും സദഖ കൊടുക്കും, ഏത് നല്ല കാര്യത്തിനും മുമ്പിലുണ്ടാകും. സ്വാലിഹായ മക്കൾ ഇല്ലേ? പക്ഷേ വാപ്പയും ഉമ്മയും മരിച്ചു, പള്ളിക്കുഴി കൊണ്ട് കുഴിച്ചിട്ടാ പിന്നെ ആ പരിസരത്തോട്ട് പോകാത്ത ചില മക്കളുണ്ട്. ഇങ്ങനെയുള്ളവന്മാരെ കിട്ടിയിട്ട് എന്ത് പ്രയോജനം ചെയ്യാനാ? എന്റെ പ്രിയമുള്ളവർ, സാലിഹായ മക്കളുണ്ട്. നിസ്കരിക്കും, ഹജ്ജ് ചെയ്തോ ഉംറ ചെയ്തോ, ഏത് നല്ല കാര്യത്തിന് മുമ്പിലുണ്ടാകും. പക്ഷേ മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പായി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന മക്കളെ കിട്ടിയിട്ട് എന്ത് കാര്യം? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വാലിഹായ ദുആ ചെയ്യുന്ന മക്കളെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വാലിഹായ ദുആ ചെയ്യുന്ന മക്കൾ, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന മക്കൾ, അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ചിലരൊക്കെ താടിക്ക് നീളുണ്ടാകും, നിസ്കാര തഴമ്പുണ്ടാകും, കയ്യിൽ എപ്പോഴും തസ്ബീഹ് ഉണ്ടാകും, കാണാൻ വലിയ തങ്ങളെ പോലെ നടക്കും. പക്ഷേ അവന്റെ ഉമ്മയും ഉപ്പയും ഖബറിൽ കിടന്നിട്ട് യാചിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചില മക്കളുണ്ട്, മരിച്ചാലും വിടൂല, ജീവിച്ചിരുന്ന കാലത്തും സമാധാനം കൊടുക്കൂല, മരിച്ചാലും അവർക്ക് സമാധാനം കൊടുക്കാത്ത ചില മക്കളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു ആ കൂട്ടത്തെ തൊട്ട് നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. വാപ്പ ഖബറിൽ കിടന്നിട്ട് പറയാ, ഇങ്ങനെ ഒരു വൃത്തികെട്ടവന് വേണ്ടിയാണല്ലോ അല്ലാഹ് ഞാൻ കഷ്ടപ്പെട്ടത്, ഇങ്ങനെ ഒരുത്തനാണല്ലോ. ഉമ്മ പറയാ, ഇങ്ങനെ ഒരുത്തിയാണല്ലോ എന്റെ വയറ്റിൽ പിറന്നുപോയത്. പടച്ചനെ, അവര് ഖബറിൽ കിടന്ന് ശപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മരിച്ചവരെ വേദനിപ്പിക്കരുത്, അവരുടെ ദുആയിക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യം ഞാനും നിങ്ങളും നമ്മുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും പ്രയോജനമുള്ള മക്കളാകണം. ആദ്യം ഞാനും നിങ്ങളും നന്നാവണം. ആദ്യം നമ്മൾ നമ്മുടെ അത്തായ്ക്കും അമ്മായിക്കും പ്രയോജനമുള്ള മക്കളാകണം. എന്നിട്ട് നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വാലിഹായ മക്കളാകണം, സ്വാലിഹായ മക്കളെ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്ക്. നമ്മളാദ്യം നന്നാവണം, പിന്നെ നമ്മുടെ മക്കൾ. അതിനെന്തിനാ പിശുക്കത്തരവ്? നല്ലപോലെ പൊക്ക്, പൈസ ഒന്നും അല്ലല്ലോ ചോദിച്ചേ, നല്ലപോലെ. അൽഹംദുലില്ലാ, അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് സ്വാലിഹായ മക്കളെ വെറുതെ കിട്ടൂല, അതാ പഠിക്കണ്ടേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും ആഗ്രഹമുണ്ട് സ്വാലിഹായ മക്കളെ കിട്ടണമെന്ന്, പക്ഷെ ഓസിന് കിട്ടൂല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്ന ദുആ ചെയ്തെന്ന് പറഞ്ഞ് സ്വാലിഹായ മക്കളെ കിട്ടൂല. അതിനിത്തിരി കഷ്ടപ്പാടുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ചില കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വഅദല്ല ഇന്നത്തെ ദിവസം. കാരണം ഈ ഇരിക്കണ ഉസ്താദന്മാർക്കൊക്കെ വഅദ് പറയാനറിയാം. അപ്പൊ ഇന്നത്തെ ദിവസം ഒരു ക്ലാസ് ആണ്. കാരണം ഈ ഇരിക്കുന്ന മുത്തഅല്ലിമീങ്ങളുടെ അധികവും മാതാപിതാക്കളെ സദസ്സിലുണ്ട്, അധികം പേര്. അപ്പൊ ഒരു വഅദല്ല, ഇന്നൊരു ക്ലാസ് ആയിട്ട് കരുതിയാൽ മതി. ഒരു വഅദ് പിന്നെ പറയാം, ക്ലാസ് ആയിട്ട് കരുത്. ഇൻഷാ അല്ലാഹ് ഇവിടെ എരുമേലി പള്ളി വഅദ് വെക്കുമ്പോൾ നമുക്ക് വന്ന് വഅദ് പറയാം. ഇന്നൊരു ക്ലാസ് മടങ്ങി പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ കിട്ടണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുക, സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി പറഞ്ഞു തരികയാണ്.